ഹായ് ഗൈസ്, അങ്ങനെ നാട്ടിലെത്തിയ ആദ്യത്തെ 10 ദിവസം ഷാനുവിൻ്റെ വെഡ്ഡിങ് പർച്ചേസിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി പർച്ചേസിങ്ങിനൊക്കെ ശേഷം വെഡ്ഡിങ് ഡേ എത്തി. അപ്പോൾ ചെക്കനും ചെക്കൻ്റെ കാക്കയും റെഡിയായി ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ഈ പാഞ്ഞു പോകുന്ന വണ്ടി നമ്മളെ വണ്ടിക്ക് ഫ്രണ്ടിലുള്ള ഫ്ലവേഴ്സ് സെറ്റാക്കാൻ പോയതാട്ടോ. അങ്ങനെ എൻ്റെ ഇപ്പോൾ ഈ ചേസ് അടിക്കുന്നത് എൻ്റെ സിസ്റ്ററിലോൻ്റെ ഡോട്ടർ യമോളാണ്. അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വെന്യൂവിൽ എത്തിയിട്ടുണ്ട്. ഗ്രൂം എൻട്രി പരിപാടിയും പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഷെഫിക് മോൻ്റെ അതേ ഔട്ട്ഫിറ്റ് ഇട്ട് നിൽക്കുന്നത് ഷെഫിക് മോൻ്റെ ബ്രദറിലോ ആണ്, അതായത് ഷെഫിക്കാൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. ആൻഡ് ഇതാ നിക്കാൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. നിക്കാഹ് കഴിഞ്ഞത് ബ്രൈഡിൻ്റെ എൻട്രി ആണ്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിൽ കില്ലാടിയായിരുന്നു കേട്ടോ ആള്. ഡാൻസ് ഒക്കെ ആണെങ്കിൽ രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഓൻ അവിടെ എക്സ്പ്രഷൻ ഇല്ലാതെ നിൽക്കുന്നത്. ചക്കിക്കൊത്ത് ചങ്കരൻ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ ഫാമിലിക്ക് പറ്റിയ ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. എനിവേ നിക്കാഹ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ട്. നമ്മൾ ശാലുവിൻ്റെ കല്യാണ പരിപാടി കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ പോയി. ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ നേരെ റിട്ടേൺ ടു ഹോമാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബ്രൈഡിൻ്റെ വീട്ടിലത്തെ ആൾക്കാരും നമ്മളെ ആൾക്കാരൊക്കെ. ഞങ്ങളൊരു അല്പം ലേറ്റായി, എന്നാലും സീനില്ല. പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ നമ്മുടെ ട്രിപ്പ് ഓണായി. ട്രിപ്പ് ഓണാവണതിന് വേറൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. ആ റീസൺ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തായാലും നമ്മളിപ്പോൾ ആലപ്പുഴയിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ കൂടെ വേറെ രണ്ടുപേരുണ്ട്. ഒന്ന് എൻ്റെ സിസ്റ്ററും പിന്നെ ഷെഫിഖാൻ്റെ ബഡാ ദോസ്ത്, നമ്മുടെ പത്രാസാണ് കേട്ടോ. പത്രാസ് മീൻസ് സൺഫർ. അങ്ങനെ ഓൻ അവിടുന്ന് പണിക്കാരുടെ അടുത്തൊക്കെ ടെററായി. ഞാനിനി ഏത് വഴി കൂടെ പോകുക എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങണ കാണുമ്പോൾ നമ്മൾ വലിയൊരു ട്രിപ്പിന് പോകണമെന്ന് വിചാരിക്കും. സംഭവം കുറച്ച് 2-3 ദിവസത്തെ ഒരു ട്രിപ്പാണെങ്കിലും ഓൻ ഈ പെട്ടി ഇറക്കിയിരിക്കണത് ഈ ട്രിപ്പിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഓൻ അത് കഴിഞ്ഞ് നേരെ ഓൻ്റെ വേറെ കൂട്ടുകാരെ കല്യാണത്തിന് പോകും കോഴിക്കോട്. ചെക്കൻ നല്ല സീനാണ് കേട്ടോ. നമ്മൾ ഷെഫിക്കാൻ്റെ ഇടം കയ്യ. അപ്പോൾ എന്തായാലും ട്രിപ്പ് കളറായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നിലാ ബേക്കിൽ ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു കിൻഡർ ജോയൊക്കെ വാങ്ങി. അതിൻ്റെ ടോയാണ് കേട്ടോ ഈ കാണുന്നത്. എനിഹൗ ചായയൊക്കെ കുടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പം നമ്മളെ കുടുംബശ്രീയും തള്ളും പിന്നെ ഒരാളെ കിട്ടിയ കൊല്ലുന്ന പരിപാടിയൊക്കെ ആയിട്ട് നമ്മളെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷെഫിക് മോനെ കേട്ടോ സ്റ്റിൽ ഡ്രൈവറായിട്ട് ഇരിക്കുന്നത്. ഓനിക്ക് വണ്ടി ഓട്ടാനുള്ള പൂതി അങ്ങോട്ട് തീർക്കുകയാണ്. പിന്നെ ഇവിടെ ബാക്കിൽ നമ്മളെ ന്യൂ മാരീഡ് കപ്പിൾസ് ഉണ്ട്. ഓരോ പിന്നെ ഹണിമൂൺ ട്രിപ്പാണുള്ളത്. അപ്പോൾ പിന്നെ ഏകദേശം നമ്മൾ കൊച്ചി എത്താനായിട്ടോ. കൊച്ചി കലൂർ സ്റ്റേഡിയം വഴിയാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ കൊച്ചിയിലെ ഫുഡ് വൈബ് നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 1.5 വർഷത്തിന് ശേഷം കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് നൈറ്റ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് മൊമോസ് കഴിക്കാൻ പോകാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേഫ്ലർ എന്നാണ് ഷോപ്പിന്റെ പേര് എന്നാണ് എൻ്റെ ഒരു ഊഹം. സോ അവിടെ പോയിട്ട് നമുക്ക് നല്ല ട്രിപ്പിൾ പാൻ കേക്ക് കഴിക്കാം. വേറെ എന്താ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ I love Kochi. UK also loves me. So I want to go back. So കൊച്ചിയിൽ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇറ്റ്സ് ലൈക്ക് ലോട്ട്സ് ഓഫ് കൈൻഡ്സ്. എനിക്ക് എങ്ങനെയാണ് ഓരോന്നും വേർതിരിച്ച് പറയാന്ന് പറയാൻ പറ്റില്ല. മൈ ഹാപ്പിനെസ് ഈസ് മൈ ഫ്രണ്ട്സ്, മൈ ഫാമിലി ആൻഡ് എല്ലാവരും കൂടി ഇരുന്നുള്ള സംസാരവും കാര്യങ്ങളാണ് എൻ്റെ ഹാപ്പിനെസ്. കൊച്ചിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് നമുക്ക് ഫ്രീഡം ഇല്ലാത്ത ടൈമിൽ നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വീട്ടുകാർ തരുന്ന ഫ്രീഡം ഇല്ലാത്ത ടൈമിൽ എൻജോയ് ചെയ്ത നൈറ്റ് ലൈഫ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം. എനിക്ക് പഴയ ഫീൽ ഒന്നും കിട്ടുന്നില്ല, പക്ഷേ ഐ എക്സ്പെക്ട് ഒരു പരിധി വരെയെങ്കിലും ഞാൻ എന്റെ കൊച്ചിന്റെ മെമ്മറീസ് റിക്കവർ ചെയ്തെടുക്കും. എന്റെ ആമീനെ ഞാൻ പോയി കാണാൻ പോണു ഗൈസ്. എന്റെ ആമി എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ ബൈക്ക് വാട്ടർ സർവീസ് ചെയ്തു? കൊച്ചിയിലെ കുറച്ച് വിശേഷങ്ങളുമായി കാണാം. അതുവരെയും ബൈ. കുറെ കാലത്തിന് ശേഷം കൊച്ചിയിലെത്തിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് ഓനക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. എന്താണ് ഹാപ്പിനെസ്? നന്നായിട്ട് ഫുഡ് കഴിക്കാം. അതെ, വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മള് ഒരു സാധനം കുടിക്കണം, എന്നിട്ട് കടന്നുറങ്ങണം. എന്താണ് ഏറ്റവും വലിയ സാഡ് ആയിട്ടുള്ള സംഭവം? ഫ്രണ്ട്സിനെ മിസ് ചെയ്തിട്ട് ഞാൻ UAE പോയിട്ട് വേറെ ഫ്രണ്ട്സിനെ കൂടെ മീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ആ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരിക്കുമ്പോ ഹാപ്പി അല്ലേ? നമ്മളെ വൈബിനായിട്ട് മാച്ച് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്സിന്റെ വൈബില്ല. നമ്മളെ വൈബിലുള്ള ഫ്രണ്ട്സ് ഏതായിരിക്കും? നമ്മളെ സങ്കടങ്ങളും സന്തോഷം നമ്മൾ പറയാതെ അവരറിയണം. ആരാണ് അങ്ങനെ അറിഞ്ഞാള്? എന്റെ MT ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇത് അതാണ് അപ്പോൾ ഓനക്ക് പറയാനുള്ളത്. ഈ വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് നമ്മളെ കല്യാണത്തിന് വന്ന അതേ വണ്ടി തന്നെ നമ്മളെ ഷാനുവിൻ്റെ കൂട്ടുകാരനാട്ടോ. ഓൻ കൊച്ചിയിലാണുള്ളത്. ഷാനു എവിടെ പോയാലും ഓനും ഉണ്ടാവും അവിടെ.
അപ്പം ഇനിയിപ്പോൾ ഓൻ ഷാനുവിനെ ഓളെയും കൂടി കൊണ്ടുപോകാൻ വന്നാണ്. അതായത് ഓനെ നമ്മളപ്പം തന്നെ വരുന്ന കൊച്ചൊക്കെ ഒന്ന് ഇറങ്ങാൻ. അങ്ങനെ നമ്മളിതാ നേരെ ജയലൻ സ്റ്റേഡിയത്താണ് എത്തിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയി ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ സ്റ്റാർട്ടർ കഴിക്കാൻ പോയി. മോമോസ് ഞാൻ 1.5 വർഷത്തിന് ശേഷം, 1.5 അല്ല അതിലും കൂടുതലായിട്ടുണ്ടാവും, അതിന് ശേഷം കഴിക്കുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അത് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ സ്റ്റീമിടൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു. എനിക്ക് ഷെസ്വാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് കഴിക്കാനാണ്. ചൂടാറാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ അടുത്ത് കഴിക്കുന്നുണ്ട്. ചൂടൊക്കെ ഉണ്ടാവും, പക്ഷേ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് നമ്മളിതാ ജയലൻ സ്റ്റേഡിയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കാണുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വേറെ കുറേ ടീംസിനെ കിട്ടിയിട്ടുണ്ട്, ഷാനുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ. പിന്നെ നമ്മളിതാ നടന്ന് ഈ സ്കൂട്ടറിൻ്റെ അവിടെ എത്തിയപ്പോൾ വേറെ 2 ചോട്ടാ ദോസ്തുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം പിന്നെ ഓര് റിട്ടേൺ ആയി. അപ്പോൾ ഓര് കൊച്ചിക്കാരല്ല, അപ്പോൾ കൊച്ചിയിൽ ഓരോ കാക്കിയ കസിനും ആരോ ഉണ്ട്. അങ്ങനെ കൊച്ചി ഇറങ്ങാൻ എത്തിയ ടീംസ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഒരു സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആപ്പിൽ കയറി ക്യാഷൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് പോയിട്ട് വരുന്നുണ്ട് നമ്മൾ ന്യൂ മാരീഡ് കപ്പിൾസ്. അപ്പോൾ എന്നും അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ടീംസ് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൈഡർ കണ്ണാപ്പി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിലുമായിട്ട്. സേഫായിട്ട് തിരിച്ചെത്തി. ഓളായതുകൊണ്ട് സേഫായിട്ട് എത്തുമെന്ന് അറിയായിരുന്നു. പിന്നെ ഞാൻ ചെവിക്ക് മുന്നേ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ വണ്ടി ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ചിട്ട്. ആൻഡ് നമ്മുടെ കപ്പിൾസ് ഇവിടെ ഡിസ്റ്റൻസ് ഇട്ട് പ്രൈവസി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ മെയിൻ ഫുഡ് കഴിക്കാനായിട്ട് കൊച്ചി ജയലൻ സ്റ്റേഡിയത്തിലുള്ള പ്ലേറ്ററിലാണ് പോയത്. ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കാനായിട്ടോ പോയത്. കുറേ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയി ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ ഈ കൊച്ചിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെ കഴിക്കാമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വിചാരിച്ചത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇതാ പറഞ്ഞ പോലെ നമ്മൾ ആമി അജു എത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തരാത്ത കുറേ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേ അടുത്തൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡിൽ തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ ആ ഒരു ബാറ്റർ മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ രണ്ടാമത് വന്നതാട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് അജു ആമി നമ്മളപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മളിനി നേരെ വിട്ടത് ഒരു കുലുക്കി കുടിക്കാനാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ഓരോ ബൂസ്റ്റ് കുലുക്കി ഓരോ ടൈപ്പ് സാധനങ്ങളും പിന്നെ ഉപ്പിലിട്ടതും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേ ഒരാൾ ഇവിടെ ഡോഗുകളിനെ ഫീഡ് ചെയ്യണം. ഞാനിത് ആദ്യമായിട്ട് കാണും അവൻ്റെ ഫുഡ് ആർക്കെങ്കിലും കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ ഉള്ളിൽ നന്മയുള്ളൊരു ലോകം ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതേ ഡോഗുകളുടെ എണ്ണം കൂടിയപ്പോൾ പിന്നെ ചെക്കൻ്റെ മൂഡ് മാറി. ഓനത് അവിടെ ഇട്ടിട്ട് പോയിട്ടോ. അങ്ങനെ ഞാൻ 2 വർഷത്തിന് ശേഷം എൻ്റെ ആമിക്കുട്ടിനെ കാണുകയാണ്. കുറേ അധികം പരാതികൾ ആമിക്ക് പറയാനുണ്ടാകും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഓൻ്റെ താറിൽ കയറി. ഷാനുവിൻ്റെ കൂട്ടുകാരൻ്റെ ഓൻ്റെ പേര് ഞാൻ മറന്നു. ഇത് കാണണമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഓൻ്റെ താറ് ഞാൻ നല്ലോണം മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. ആ റൂഫ് ടോപ്പിൽ കയറിയിട്ട് വാവ്, അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ടാറ്റയൊക്കെ കൊടുത്തിട്ടിരുന്നു എന്നുണ്ടെങ്കിലും പിന്നെ അതേ എൻ്റെ ഒപ്പം കയറിയിട്ടുണ്ട് മേലേക്ക്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്താട്ടോ. ഓൻ്റെ മുടിയൊക്കെ കുറച്ച് ശരിയാക്കിയിട്ടിരിക്കുന്നുണ്ട്. ഓൻ്റെ വിചാരത്തൊന്നും ഞാൻ ഇടില്ല എന്നാണ്. അങ്ങനെ ഷാനിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് പോകാം. കാണുന്ന ആൾക്കാരൊക്കെ ഇത് ആരുമാണെന്ന് വിചാരിക്കണമെന്ന്. ആറ്റിറ്റ്യൂഡ് ഇടാൻ പോയിട്ട് ഒന്ന് ചിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൻ അത്ര സ്പീഡാണ് പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ നേരത്തെ അഡ്വഞ്ചർ ട്രിപ്പിന് ശേഷം ഓൻ്റെ അടുത്ത് ബായ് പറഞ്ഞ് ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു കേട്ടോ. സംഭവം കീട്ടു ഡ്രൈവറാണ് കേട്ടോ. പിന്നെ ഞാൻ ഉറങ്ങി ഗൈസ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ്. തൊട്ടടുത്ത് ബീച്ചൊക്കെ ഉണ്ട്. നമ്മളെ പത്രാസ് കണ്ടുപിടിച്ചാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയിരുന്നു. 2 റൂമേ കിട്ടിയുള്ളൂ. അപ്പോൾ മേലത്തെ റൂമിൽ 3 ബോയ്സും ഞങ്ങൾ 3 ഗേൾസ് താഴത്തെ റൂമിലായിരുന്നു കേട്ടോ. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇനിയാണ് എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് എന്നുള്ളതിൻ്റെ റീസൺ പറയാൻ പോണത്. ആക്ച്വലി ഞാൻ PCCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു നിമിത്തം എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരു കാര്യത്തിന്
കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്വിമ്മിങ്ങും PCC ഒക്കെ. പിന്നെ ഓന് പാസ്പോർട്ട് പുതുക്കാനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടിനുമായിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നാണ്, ആലപ്പുഴയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് ശരിക്കും നമ്മൾ വന്നത്. അപ്പോൾ എന്തായാലും അതൊരു ട്രിപ്പാക്കാന്ന് കരുതി തലേന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഏകദേശം നമ്മൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും തിരിച്ച് വീടെത്താനുള്ള പ്ലാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ നൈറ്റ് ഒന്നും ഉറങ്ങിയിട്ടില്ല ഗൈസ്. ഞാനും എൻ്റെ സിസ്റ്ററിലോവും കൂടിയിട്ട് കുറച്ച് കുടുംബശ്രീ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ രണ്ടാമത് വീണ്ടും ഇതേ ഒരു സ്ഥലത്തേക്ക് കറക്റ്റ് സമയത്തിന് എത്തിക്കണം. ആദ്യം നമ്മൾ എയർപോർട്ടിലായിരുന്നു. ഇതാ ഇപ്പം നമ്മളെ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് എത്തിക്കുന്നത്. പോരൊന്നും എണീച്ചിട്ടില്ല കേട്ടോ, നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് നേരെ ഓഫീസിലേക്ക് ഇറങ്ങി. നമ്മളെ പരിപാടികൾ നേരത്തെ കഴിഞ്ഞു ഗൈസ്. ഇപ്പോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 9:15 അപ്പോയിന്റ്മെന്റ് ടൈം. പക്ഷെ ഞങ്ങൾ 9 മണിക്ക് കയറിയപ്പോ എനിക്കായിരുന്നു 9 മണിക്ക്, ശരിക്കാക്ക് 4 മണിക്കായിരുന്നു. പക്ഷെ 9 മണിക്ക് കയറിയപ്പോ തന്നെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പോയി അത് പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ട് കൂടെ 4 മണിക്കുള്ള ആളെ ഒന്ന് കൂടെ എന്റെ കൂടെ കയറ്റി വിടണമെന്ന്. ഓക്കെ നിങ്ങൾ വിളിച്ചോളൂ പറഞ്ഞു, വിളിച്ചു. പരിപാടി എല്ലാം കഥം. ഇപ്പൊ ഏകദേശം 9:45 ആയിട്ടുണ്ടാവും. ഒരു 45 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. അതെ, ഞാൻ ഇതിൽ ഉറങ്ങിയിട്ടില്ല. എനിക്ക് വലിയ പ്രശ്നമില്ല, കാറിലായാലും കിടന്ന് ഉറങ്ങാലോ. പക്ഷെ എന്തായാലും എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. ഭയങ്കര എനിക്ക് സർവീസ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഷടയുന്നായിരുന്നു, ഒരു ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല, ഒരു ലാഗ് അടിപ്പിക്കലില്ലായിരുന്നു. പിന്നെ മേ ബി അതും ആയിരിക്കാം. പിന്നെ എല്ലാവരും ഭയങ്കര ഉഷാറിലായിരുന്നു. പിന്നെ അവിടെ ഫുൾ ക്ലീൻ നീറ്റ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് ഫീഡ്ബാക്കിന്റെ പേപ്പർ തരുമ്പോ ഹിന്ദി അറിയുമെന്ന് വെച്ചാൽ അറിയില്ല എന്ന് പറയുക. ഹിന്ദി അറിയില്ലെങ്കിൽ അറിയില്ല എന്നെ പറയണം. അയ്യോ ഇത് പറളാണോ, ഇത് പറളാണോ എന്ന് എഴുതിയിട്ട് ഓക്കെ എന്നൊന്നും പറയുന്നില്ല കഴിച്ചു. അത് ഫീഡ്ബാക്ക് പേപ്പർ ആണെന്ന് ഞാൻ അവസാനമാണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ എല്ലാവരും അടുത്ത പ്രാവശ്യം മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നെപ്പോലെ ഇങ്ങനെ ചാറ്റ് ചോദിച്ച് എഴുതേണ്ടി വരും. അപ്പം ഇനി നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് അടുത്ത പരിപാടി സെറ്റാക്കാം. സംഭവം ഇതൊരു ട്രിപ്പാക്കിയത് ഇനി ഞങ്ങൾക്ക് വേറൊരു ട്രിപ്പ് പോകാനുള്ള ടൈം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് കേട്ടോ ഗൈസ്. ഇനി ഞങ്ങൾക്ക് ഒരു 10 ഡേയ്സും കൂടി ഉള്ളു പോകാൻ. കാരണം ഫസ്റ്റത്തെ ഒരു 10 ഡേയ്സും പിന്നെ ഇടയിലൊരു 10 ഡേയ്സിൽ ഈ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു സാഡായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെഫിക്കാൻ്റെ വല്യമ്മ മരിച്ചു. സീരിയസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ആൾ ചില്ലായിരുന്നു. മേ ബി ഞങ്ങൾക്ക് കാണാനുള്ള ഒരു ടൈം തന്നതായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സൈഡിൽ നിന്നുള്ള പരിപാടികൾ, റിസപ്ഷൻ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം മിനിമൈസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഒരു കാക്ക ബാബി എന്നുള്ള നിലയ്ക്ക് ഓരോ എവിടേക്കെങ്കിലൊക്കെ കൊണ്ടുപോലും നമ്മളൊരു ഉത്തരവാദിത്തമല്ലേ. അപ്പം ചെറുതായിട്ട് ഇങ്ങനൊരു പ്ലാൻ സെറ്റാക്കിയതാണ്. എന്തായാലും ഇതാണ് നമ്മൾ സ്റ്റേൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ സ്റ്റേൻ്റെ അടുത്ത് ഉണ്ടാവുന്ന ബീച്ച് എന്ന് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനൊന്നുമില്ല. ബീച്ചിലിറങ്ങി കരിവാളിക്കാനുള്ള പ്ലാൻ ഇല്ല. എന്തായാലും പോയി ഉറങ്ങുക, അത് കഴിഞ്ഞ് അടുത്ത് ഫുഡ് കഴിക്കുക, പിന്നെ എന്തെങ്കിലും ബോട്ടിങ് പരിപാടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. ആലപ്പുഴയിലെത്തിയ ബോട്ടിങ് ചെയ്യൽ മസ്റ്റാണല്ലോ, ഫറലാണല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീച്ച് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോകുന്ന ലൊക്കേഷൻ നോക്കുകയാണ്. ചെക്കൻ ഫുള്ള് ഓണാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്? ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോയൽ കോട്ടേജിലാണ്. രാവിലത്തെ ഉച്ചക്കത്തെയും കൂടിയിട്ടുള്ള ബ്രഞ്ച് കഴിക്കാൻ പോകുന്നത്. രാവിലെ കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് നേരത്തെ കാലത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ ഞങ്ങൾ 1/2 മണിക്കൂർ മുന്നെത്തി. ഹൈറ്. അപ്പോൾ നമ്മൾ പത്രാസാണ് ഇപ്രാവശ്യം ഡ്രൈവിംഗ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്രഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ജസ്റ്റ് ചായയിൽ കുടിച്ചുള്ളൂ ഗൈസ്, കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ബ്രഞ്ചാക്കിയത്. അപ്പോൾ ഫൈനലി നമ്മൾ സെർച്ചിങ്ങിന് ശേഷം റോയൽ കോട്ടയാർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു നാടൻ ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. നാടൻ ഫുഡ് വിത്ത് ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാലും മസ്റ്റ് ട്രൈ ആണല്ലോ. എന്തായാലും ഫുഡ് എത്തി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നാമത് ഈ ചിക്കൻ, ബീഫ് അതിനേക്കാളൊക്കെ ഇപ്പോൾ കൂടുതൽ താല്പര്യം വെജിറ്റേറിയൻ സൈഡുകളോടാണ്. ചോറ്, അതുപോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ള കറി, സൈഡുകൾ, എന്തെങ്കിലും ഉപ്പേരി അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ മീൻ പൊരിച്ചതും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് പോണ വഴിക്ക് ഒരുപാട് പേര് നമ്മളെ ബോട്ടിങ്ങിൻ്റെ ഓഫേഴ്സൊക്കെ കയറ്റി നമ്മളിങ്ങനെ നിർത്തി ഓരോന്ന് പറയുണ്ടാവും. അങ്ങനെ ഒരു ഓഫറിൽ വീണാണ് ഞങ്ങളും. അപ്പോൾ ഞങ്ങളിതാ നേരെ ഞങ്ങളൊരു ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4000-5000 ആണ് പറഞ്ഞു തോന്നുന്നു കേട്ടോ. 3 മണിക്കൂർ എന്തോ റൈഡായിരുന്നു, എനിക്ക് ഓർമ്മയില്ല പാക്കേജ് എത്രയാണെന്ന്. അപ്പോൾ പോകുമ്പോൾ ഫസ്റ്റ് ഇതേപോലെ കുറച്ച് നേരം ബോട്ടിങ് സവാരി, പിന്നെ അതേപോലെ നമ്മളൊരു ഈഗിളുടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും, ഈഗിളിനെയൊക്കെ കാണാൻ. പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകും, അവിടെ കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് റിട്ടേൺ. അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്.
ഞാൻ ഈ ഒരു ആക്ടിവിറ്റിയും ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ടൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു റൈഡ് മാത്രമല്ല, ഞാൻ ആലപ്പുഴയിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. ഈ കേരളവും ഇന്ത്യയും ഞാൻ കണ്ടിട്ടില്ല. അതിനാണ് ഇവിടെ യൂറോപ്പിൽ കിടന്ന് കറങ്ങാൻ തീരുമാനിക്കുന്നത്. ആദ്യം ഇവിടുത്തെ കാണണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോർത്ത് ഇന്ത്യ ഒക്കെ പോയി കാണാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ എനിവേ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള റൈഡായിരുന്നു. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ സ്പീഡ് ബോട്ടൊക്കെ ഇങ്ങനെ നമ്മളടുത്ത് ഇതേപോലെ നേരത്തെ ഈ ബോട്ട് വന്ന് ചോദിക്കണമല്ലോ, നമ്മൾ സ്പീഡ് ബോട്ട് വന്നിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ കയറാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ടൈറ്റാനിക് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും നസ്രീം പിന്നെ ഈ ഒരു ദിവാനി ടൈപ്പിലാണ് കയറി സ്പേസ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഫ്രണ്ടിലിരുന്ന് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഞങ്ങൾ നേരെ അവർ പറഞ്ഞ ആ ഒരു ഈഗിളുടെ സ്പോട്ടിൽ അവിടേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ ഇറങ്ങുകയാണ്. ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങുക കയറുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നേരെ ഫസ്റ്റ് പോയപ്പോൾ ഷാനു വലിയ ചാട കണ്ടിട്ട് ആദ്യം തന്നെ എടുത്ത് തോളിൽ കയറ്റിയിട്ടുണ്ട്. സംഭവം വലിയ ആറ്റിറ്റ്യൂഡ് ാണെങ്കിലും നല്ല പേടിയുണ്ട് കേട്ടോ. ഈ കൂട്ടത്തിൽ പേടിയില്ലാത്ത ആർക്കാന്ന് വെച്ചാൽ അത് അൽഫാക്കാണ്. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിലൊരു പാരറ്റ് ഉണ്ട്, കുഞ്ഞാപ്പൂ എന്ന് വിളിക്കുക. അപ്പോൾ അവൾക്ക് കുഞ്ഞാപ്പായിട്ട് കുറച്ചധികം പരിചയമുള്ളതുകൊണ്ട് തന്നെ ആ നഖം തട്ടുമ്പോഴൊന്നും വലിയ പ്രശ്നം തോന്നുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. കൊത്തുവന്നായിരുന്നു മെയിൻ പേടി കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് കുഞ്ഞാപ്പിന്റെ ഇടയ്ക്കിടയ്ക്ക് കൊത്തു കിട്ടാറുള്ളതാണ്. പക്ഷെ ആളത്ര അപകടകാരിയൊന്നുമല്ല. അത് കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു ഫ്രണ്ട് വന്നു, വേറൊരു ഈകള്. അവരെന്തോ പേരൊക്കെ പറഞ്ഞു കേട്ടോ, ഞാൻ മറന്നുപോയി. എന്തായാലും സീൻ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഓക്കെ ആയി. അങ്ങനെ അതുമായിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അതാ അൽഫ എല്ലാത്തിനെയും വാങ്ങി തിരിച്ചു കൊണ്ടേ കൊടുക്കുന്നുണ്ട് കേട്ടോ. അൽഫാൻ അവിടെ നിർത്തണോന്ന് എനിക്ക് ചോദിച്ചാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോ എവിടെയാണുള്ളത്? ശിക്കാരി ബോട്ടിൽ. എന്ത് സവാരിയാണ് ഇതിന്റെ പേരെന്താ? എന്ത് സവാരിയാണിത്? എങ്ങനെയുണ്ട് യാത്ര? ആയിഷു ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഷാൻഫർ ട്രിപ്പ് എങ്ങനെയുണ്ട്? നസ്രേ എന്താണ് അഭിപ്രായം? ചേട്ടാ എങ്ങനെയുണ്ട് ട്രിപ്പ്? ഉഷാറല്ലേ? പൂച്ചക്കുട്ടി ഉഷാറല്ലേ? അങ്ങനെ ഓൻ്റെ കുറച്ച് ഇന്റർവ്യൂവിന് ശേഷം പിന്നെ ഞങ്ങൾ 2 സ്റ്റെപ്പ് ഇടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് നമ്മുടെ സെക്കൻഡ് സ്പോട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കേട്ടോ. ആലപ്പുഴയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഈ ഷിക്കാര ബോട്ടും പിന്നെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നിട്ട് ഈ സ്പീഡ് ബോട്ടും. ഇവിടെ വന്നപ്പോൾ മുളം കുലുക്കിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഷിക്കാര ബോട്ടിൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞിരുന്നോ, 4500 ഒക്കെയാണ് ഒരു 3 hour ട്രിപ്പിനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ അവിടെ ആ ഒരു കായലൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. നേരത്തെ പറഞ്ഞ സ്പീഡ് ബോട്ട്. എന്ത് കണ്ടാലും നമുക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഇതും ചെയ്ത് നോക്കണം എന്ന് തോന്നി. അപ്പം അങ്ങനെ നമ്മളും അതിനിറങ്ങിട്ടോ. ഒരു ബോട്ടിന് 3000 ആണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ 2 ബോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ബോട്ടിലായിട്ട് 3 പേരാണ് ഉള്ളത്. ആൻഡ് ഇതും ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യാം. ഈ എന്തെങ്കിലും ഫസ്റ്റായിട്ട് ചെയ്യാത്തതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലായി കയറിയിരുന്നത്. നല്ല ധൈര്യമുള്ള ആൾ ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഷെഫീക്ക ഫ്രണ്ടിലിരിക്കാൻ നിന്നാണ്, ഞാൻ വിട്ടില്ല. എനിക്ക് പിടിച്ചിരിക്കാൻ ഒരാൾ വേണം. ഇടയ്ക്ക് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി പറ്റി. എന്നാലും അതുകൊണ്ട് തന്നെ അത് നമുക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്തു തന്നു കേട്ടോ. ഇതൊരു 10 to 20 minutes ഒക്കെയാണ് റൈഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഈ 2 സ്പോട്ടുകളാണ് ഞങ്ങൾക്ക് ഈ ഷിക്കാർ ബോട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു റൈഡിങ്ങും ഇങ്ങനെ കായലിൽ കൂടെ പോകുന്ന വഴിക്ക് ഉള്ള ഈ ഒരു കാഴ്ച ഉണ്ടപ്പോൾ എനിക്ക് അനാക്കൊണ്ട മൂവി ഉണ്ടോ ഓർമ്മ വന്നത്. അതിൽ ഇങ്ങനത്തെ അല്ല, പക്ഷെ ഇതേപോലെയൊക്കെ ഒരു തരം പഴയ എന്തൊക്കെയോ ഇല്ലേ. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായവാലിൽ ഇറങ്ങി ചായ കുടിച്ചു. മറ്റേ നല്ല ഉറക്കമാണ്. ഓനക്ക് ചെറിയൊരു ജലദോഷം പനിയൊക്കെയാണ്. പിന്നെ എന്തായാലും തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ബീച്ചിലിറങ്ങി. സ്ഥിരം പരിപാടി ഓട്ടം തന്നെ. ഈ ഓട്ടത്തിൽ എന്തായാലും 10 ആട്ടോ ജയിച്ചത്. നമ്മളെ കപ്പിൾസിന്റെ കപ്പിൾ ഷൂട്ടാണ്. ഷൂ ഒക്കെ ഇട്ടിട്ട് റൊമാൻറ്റിക് വാക്കിന് നിന്നതാണ്. പക്ഷെ തിരമാല വന്നിട്ട് ഭയങ്കര കോമഡി വർക്കായി. അതെന്തായാലും വൻ കോമഡി തന്നെ ആയിരുന്നു കേട്ടോ. ഞാനൊരു റീലൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ചു നേരം അവിടെ നിന്ന് നേരെ റിട്ടേൺ ആയി. പിന്നെ ഇതാ പോണ വഴിക്ക് വീണ്ടും കൊച്ചിയിലെത്തിയപ്പോൾ നമ്മൾ നമ്മുടെ ചെക്കനെ കണ്ടു, ജമാൽ. ഞാൻ പേര് ഓർമ്മിച്ചു ഗൈസ്. അപ്പം എന്തായാലും ഞാൻ നേരത്തെ പാൻ കേക്ക് വേണമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുണ്ടാവുമല്ലോ അല്ലേ. അപ്പം അതെ, പാൻ കേക്ക് കഴിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അലഞ്ഞ് എല്ലാ ഷോപ്പും അടപ്പിച്ചു ഗൈസ്. അവസാനം വോൾക്കാനോന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പ് ഭയങ്കര ദൂരമായിരുന്നു. ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. ആ എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. പിന്നെ തൽക്കാലം സ്ട്രോബെറി ചോക്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തൊരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ പോണ സമയത്ത് പത്രാസ് ഫുഡ് കൊടുത്ത കുറച്ച് സ്നേഹിതന്മാരുണ്ടായിരുന്നു
ഉണ്ടായിരുന്നില്ലേ, ഒരു പത്രാസിനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു കേട്ടോ. ഓനിക്ക് എന്തായാലും കമ്പനിക്ക് ആൾക്കാരായി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ കഴിയണം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.